I am Wilson D'Souza from USA. I am Chiang Chung Lee from China. അയ്യോ What are you? ഗോപാലൻ What, Gopalan? Where are you from? എവിടെ നിന്നാണ് വരുന്നത്? കേരള കേരള Kerala. Oh, fine. We are ഇവിടെ കൂടിയിരിക്കുന്നത് നമ്മുടെ രാജ്യത്തിന്റെ ഡെവലപ്മെന്റ്സിനെ പറ്റി ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതെ ചർച്ച ചെയ്യാനാണ് ചർച്ച. ഓക്കെ. ഞങ്ങൾ അമേരിക്കക്കാർ ഒരിക്കൽ ഇങ്ങനെ കുഴിച്ച് വാട്ട് ലുക്കിംഗ് ദാറ്റ് കുഴിച്ചു പോവാണല്ലോ ഇവിടെയല്ല അമേരിക്കയിൽ അമേരിക്കയിലാ? കുഴിച്ച് ചെന്നപ്പോൾ ഒരു ടെലിഫോണിന്റെ കമ്പി കിട്ടി. മണ്ണിന്റെ അടിയിൽ നിന്ന് ഇത് 2000 വർഷം പഴക്കമുള്ളതാണ്. പഴക്കമുള്ള ടെലിഫോൺ കമ്പി. ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? വാട്ട് മനസ്സിലാക്കാം? 2000 വർഷം മുമ്പ് ക്രിസ്തുവിന് മുമ്പ് അമേരിക്കക്കാർ ഫോൺ ഉപയോഗിച്ചിരുന്നു. ഇതുപോലെ തന്നെ ഞങ്ങൾ ചൈനയിൽ ഇതുപോലെ തന്നെ ഒരു സെയിം കുഴി ഇങ്ങനെ കുഴിച്ചു വന്നപ്പോൾ ഞങ്ങൾക്ക് 2500 വർഷങ്ങൾ പഴക്കമുള്ള ഒരു ടെലിഫോൺ പോസ്റ്റ് ആണ് കിട്ടിയത്. ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? 2500 വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ ചൈനക്കാർ ടെലിഫോൺ ഉപയോഗിച്ചിരുന്നു എന്ന് മനസ്സിലാക്കാം. ഇതുപോലെ ഞങ്ങൾ ഇന്ത്യക്കാര് മണ്ണിങ്ങനെ കുഴിച്ച് താഴേക്ക് ചെന്നപ്പോൾ ഒന്നും കിട്ടിയില്ല. ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? നിങ്ങളുടെ രാജ്യത്ത് ഫോണേ ഉണ്ടായിരുന്നില്ലെന്ന് മനസ്സിലാക്കാം. അതല്ല, ഞങ്ങളുടെ രാജ്യത്തും 12500 വർഷങ്ങൾക്ക് മുമ്പും ഈ ടെലിഫോൺ കമ്പിയും പോസ്റ്റും ഒന്നും ഇല്ലാത്ത മൊബൈൽ ഫോണാണ് ഉണ്ടായിരുന്നതെന്ന് മനസ്സിലാക്കാം. അതുപോലെ തന്നെ ലോകത്തിൽ ഏറ്റവും കൂടുതൽ വിലയുള്ള തലച്ചോർ അമേരിക്കക്കാരൻ. അമേരിക്കക്കാരൻ ചന്ദ്രനിൽ പോയി മിസൈൽ ഉണ്ടാക്കി, റോക്കറ്റ് ഉണ്ടാക്കി, ഇതെല്ലാം കണ്ടുപിടിച്ച് അമേരിക്കക്കാരന്റെ തലച്ചോറിനാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ വില. അങ്ങനെ പറയുന്നത് ഞങ്ങളുടെ ചൈനക്കാർക്കാണ് തലച്ചോറിൽ ഏറ്റവും കൂടുതൽ വില. കാരണം ഞങ്ങൾ കമ്പ്യൂട്ടർ കണ്ടുപിടിച്ചു, ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ കണ്ടുപിടിച്ചു, ഇതെല്ലാം ചീപ്പായി മാർക്കറ്റിൽ വിൽക്കുന്നത് ഞങ്ങൾ ചൈനക്കാരാണ്. അതിന്റെ പേരിൽ ചൈനക്കാർക്കാണ് തലച്ചോറിന് ഏറ്റവും കൂടുതൽ വില. ലോകത്ത് ഏറ്റവും കൂടുതൽ വിലയുള്ള തലച്ചോറ് ഞങ്ങൾ ഇന്ത്യക്കാരുടെ തലച്ചോറ്. അതേന്ന് നിങ്ങളുടെ രാജ്യക്കാര് ഈ അത് കണ്ടുപിടിച്ച് ഇത് കണ്ടുപിടിച്ച് ഇതൊക്കെ കണ്ടുപിടിച്ചിട്ടല്ലേ തലച്ചോറ് ഇത്ര വില. നിങ്ങൾ ഇതൊക്കെ കണ്ടുപിടിച്ചില്ലേ? ഇതൊക്കെ വർക്ക് ചെയ്ത് വേസ്റ്റാ. ഞങ്ങളുടെ തലച്ചോറുണ്ടല്ലോ ഇതുവരെ ഒന്നും കണ്ടുപിടിച്ചിട്ടില്ല. ഫ്രഷാ മോനെ, ഫ്രഷ്, നല്ല വില കിട്ടും. അതുപോലെ തന്നെ ഞങ്ങളുടെ നാട്ടിൽ വലിയൊരു ഫുട്ബോളറുണ്ട്. ഫുട്ബോളർ അയാളുടെ പേര് ഡിഗോ ഫറഡോണ. അദ്ദേഹം ഒരിക്കൽ പന്ത് കളിച്ചപ്പോൾ കാലൊടിഞ്ഞു പോയി. ഞങ്ങൾ തന്നെ മരത്തിന്റെ ഒരു കാൽ ഫിറ്റ് ചെയ്ത് കൊടുത്തു. മരത്തിന്റെ കാല്. ഇപ്പോൾ അമേരിക്കയിൽ ഏറ്റവും കൂടുതൽ ഗോൾ അടിക്കുന്നത് ഡിഗോ ഫറഡോണ. ഇതുപോലെ തന്നെ ഞങ്ങളുടെ ചൈനയിലെ വോളിബോൾ പ്ലെയർ ചിയാങ് ചുങ് ലീ ഇയാങ്, അദ്ദേഹത്തിന്റെ കൈ നഷ്ടപ്പെട്ടു. അപ്പോൾ തന്നെ ഞങ്ങൾ ഒരു മരത്തിന്റെ കൈ ഫിറ്റ് ചെയ്തു. ഇന്ന് അദ്ദേഹം ലോകത്തിലെ നമ്പർ 1 വോളിബോൾ പ്ലെയർ ആണ്. നിങ്ങളുടെയൊക്കെ രാജ്യത്ത് കയ്യും കാലൊക്കെ അല്ലേ നഷ്ടപ്പെട്ട്? ഞങ്ങളുടെ രാജ്യത്ത് ഒരു 10-30 പേരെ തല പോയിട്ട് ഞങ്ങൾ മരത്തിന്റെ തല ഫിറ്റ് ചെയ്ത് കൊടുത്ത് അവരൊക്കെ ഇപ്പൊ അടിപൊളിയായിട്ട് ഇരുന്ന് വർക്ക് ചെയ്യുന്നുണ്ട് മോനെ. ഞങ്ങളുടെ നിയമസഭയില്. അതുപോലെ തന്നെ ഞങ്ങൾ അമേരിക്കക്കാർ കുട്ടികളുണ്ടായാൽ ഉടൻ തന്നെ പേരിടുന്ന ഒരു പ്രത്യേക രീതിയിലാണ്. കുട്ടിയെ ഫാദറിന്റെ കയ്യിലേക്ക് കിട്ടുമ്പോൾ തന്നെ ഫാദർ ചുറ്റും നോക്കും. കസേരയുടെ ബുഷ് ആണ് കാണുന്നെങ്കിൽ ബുഷ് എന്ന ഒരു പേരിടും. അതുപോലെ ടേബിൾ ആണ് കാണുന്നെങ്കിൽ മിസ്റ്റർ ടേബിൾ എന്ന ഒരു പേരിടും. സ്റ്റാപ്ലർ ആണ് കാണുന്നെങ്കിൽ മിസ്റ്റർ സ്റ്റാപ്ലർ എന്ന് പേരിടും. ഇതുപോലെ തന്നെ ഞങ്ങൾ ചൈനയിൽ കൂട്ടി ജനിച്ചു കഴിഞ്ഞാൽ ഒരു പാത്രം എടുത്ത് മുകളിൽ നിന്ന് താഴേക്ക് ഇടും. അപ്പോൾ ആ പാത്രം വീഴുന്ന സൗണ്ട് ആണ് അവന്റെ പേര്. ഞങ്ങളുടെ രാജ്യത്ത് നേരെ തിരിച്ചേട്ടോ. ഞങ്ങൾക്കൊരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ അപ്പൊ തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ നിഘണ്ടു എടുത്തിട്ട് ഇങ്ങനെ മറച്ചു നോക്കിട്ട് വല്ല കോവാലാന്നാ വേലായുധാന്നാ ഭാസ്കരാന്നൊക്കെ അമേരിക്കയിൽ ഒരു വലിയ മർഡർ നടന്നിരിക്കട്ടെ. ഒരു വലിയ കൊലപാതകം. Within second, police coming and arrest that criminal. 1 മിനിറ്റിനുള്ളിൽ പോലീസുകാർ പിടിക്കും. അതുപോലെ തന്നെയാണ് ഞങ്ങളുടെ ചൈനയിലും. കൊലപാതകം നടന്നു കഴിഞ്ഞാൽ മണിക്കൂറുകൾക്കകം ആ കൊലപാതകം ഞങ്ങൾ കണ്ടുപിടിച്ചിരിക്കും ഞങ്ങളുടെ പോലീസ്. മണിക്കൂറുകൾക്കകമല്ലേ കണ്ടുപിടിക്കുള്ളൂ. ഈയിടെ അതൊക്കെ ഞങ്ങൾ ഇന്ത്യക്കാരുടെ പോലീസ്. ഞങ്ങളുടെ രാജ്യത്ത് ഒരു കൊലപാതകം നടക്കണേക്കാളും 2 ആഴ്ച മുമ്പ് ഇത് എപ്പ ആര് എങ്ങനെ കൊല്ലും എന്നൊക്കെ ഞങ്ങളുടെ പോലീസ് കണ്ടുപിടിക്കും. അതാണ് ഞങ്ങളുടെ പോലീസ്. അതുപോലെ തന്നെ ഞങ്ങളുടെ നാട്ടിൽ ഒരാൾ നടന്നു പോകുമ്പോൾ പേഴ്സ് താഴെ പോയി നിരിക്കട്ടെ, മണി പേഴ്സ്. ഒരാഴ്ച പേഴ്സ് ആ റോട്ടിൽ തന്നെ കിടക്കും. ഒരാഴ്ച പേഴ്സ് എടുക്കും. ആരെടുക്കൂല? നോ. ഇതുപോലെ തന്നെ ഞങ്ങളുടെ ചൈനയിൽ പേഴ്സ് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ 1 മാസത്തോളം ആ പേഴ്സ് അവിടെ തന്നെ കിടക്കും. ആരെടുക്കൂല? ആ വഴിയിൽ തന്നെ കിടക്കും, ആരും എടുക്കില്ല. ഇതുപോലെ തന്നെയാണ് ഞങ്ങളുടെ രാജ്യത്തും. ഒരാൾ നടന്നു പോകുമ്പോ അയാളുടെ പേഴ്സ് താഴെ പോയാലുണ്ടല്ലോ
അവിടെ കിടക്കും. ആര് പേഴ്സോ? പൈസ ആമ്പിള്ളേരെ എടുത്തോണ്ട് പോകും. ആ പൈസ പോയാൽ അവിടെ കിടന്ന് അയ്യാ പൈസ പോയേ എന്ന് പറഞ്ഞിട്ട് കളിക്കും. Oh my God! Very fantastic and really അമേരിക്കയിൽ പെട്ടെന്നൊരു ദുരന്തം ഉണ്ടായിരിക്കട്ടെ. ഇപ്പോൾ വേൾഡ് ട്രേഡ് സെന്ററിൽ ഫ്ലൈറ്റ് ഇടിച്ചു കയറി. ഞങ്ങൾ ഫസ്റ്റ് ഫ്ലൈറ്റ് ഇടിച്ചത് തന്നെ വീഡിയോയിലെടുത്ത് മ്യൂസിയത്തിൽ പ്രദർശിപ്പിച്ചു. ഓ അത്രക്ക് ടെക്നോളജിയാണ്. ഇതുപോലെ തന്നെ ചൈനയിലെ ടിയാൻമിൻ സ്ക്വയറിൽ കുട്ടികളെ വെടിവെച്ച് കൊന്നപ്പോൾ ആ നിമിഷം തന്നെ ഞങ്ങൾ ഫോട്ടോയിൽ പകർത്തി ആ ദുരന്തം ഞങ്ങൾ റെക്കോർഡ് ചെയ്തു വെച്ചു. ഇതൊക്കെ എന്നാ ദുരന്തം എടവ, ഇതിലും വലിയൊരു ദുരന്തം ഉണ്ടല്ലോ. ഞാൻ ആളുകളൊക്കെ വിളിച്ചു വരുത്തി ഫോട്ടോ എടുത്തിട്ട് ഇപ്പോഴും ആൽബത്തിൽ സൂക്ഷിച്ചു വെച്ചാറുണ്ട്. വാട്ട് ദുരന്തം? എന്റെ കല്യാണം. Oh my God! Very fantastic and realistic. അതുപോലെ തന്നെ ഞങ്ങളുടെ നാട്ടിൽ കാറ്റുകൾ കണ്ടുപിടിക്കും. അറ്റ്ലാന്റിക് ഓഷനിൽ ഉണ്ടാവുന്ന കാറ്റുകൾ കണ്ടുപിടിച്ചിട്ട് ഞങ്ങൾ ക്രിസ്ത്യൻ നെയിമുകൾ കൊടുത്തു. കത്രീന, റീത്ത, സ്റ്റാൻലി. ഈ കാറ്റുകളെല്ലാം ഞങ്ങളുടെ ക്രിസ്ത്യൻ രാഷ്ട്രത്തേക്ക് മാത്രം വീശിക്കൊണ്ടിരിക്കും. ഞങ്ങളുടെ ചൈനയിൽ വരുന്ന കാറ്റുകൾക്ക് ഞങ്ങൾ പേരിട്ടിട്ടുണ്ട്. സുനാമി, അനാമി, ബിനാമി. ഈ കാറ്റുകൾ വേറെ രാജ്യത്തേക്ക് പോയി വീശി അടിക്കാനാണ് പതിവ്. ഈ വക കാറ്റൊന്നും ഞങ്ങളുടെ രാജ്യത്തേക്ക് വരില്ല. കാരണം വേറൊന്നുമല്ല, ഞങ്ങളുടെ രാജ്യത്തുള്ളവർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ട് കുത്തി കാറ്റ് കളയണ്ടല്ലോ. പിന്നെ എന്തിനാ വേറെ കാറ്റ്? ഞങ്ങളുടെ രാജ്യമാണ് ലോകത്തിൽ ടെക്നോളജി, ഭാഷയിൽ, അതുപോലെ എല്ലാ കാര്യത്തിലും ടോപ്പ്. ചൈനയാണ് നമ്പർ 1. ഞങ്ങളുടെ രാജ്യം വേണേ നമുക്ക് ദൈവത്തിനോട് ചോദിക്കാം. നമുക്ക് ദൈവത്തിനെ വിളിച്ച് ഇപ്പൊ അറിയാൻ വേണോ? ആരാ തമ്പായി? അതേടാ, നിനക്കൊക്കെ 3 നേരം പാപ്പം തന്നെ. ദൈവം. You are God? Yes. No, you are വടിവേലു. ഇതൊക്കെ ഉണ്ട്. ഞാൻ ദൈവം തന്നെ. ഞങ്ങളുടെ രാജ്യം എന്നാണ് പണവും സമ്പത്തും അഭിവൃദ്ധിയും പ്രാപിച്ച് ലോകം മുഴുവൻ കീഴടക്കി ലോകത്തിലെ നമ്പർ 1 ആകുന്ന കാലം എന്നാണ്? അമേരിക്കൻ വത്സ, നിങ്ങളുടെ രാജ്യം ഏറ്റവും മുൻപന്തിയിലെത്താൻ ഒരു 80 വർഷക്കാലം കാത്തിരിക്കേണ്ടി വരും. അത്രയും കാലം ഞാൻ ജീവിച്ചിരിക്കില്ലല്ലോ നോർത്ത് കരുതുന്നതാണ്. ദൈവമേ, ഞങ്ങളുടെ ചൈന ലോകത്തിലെ നമ്പർ 1 രാജ്യമാക്കുന്നതിന് വേണ്ടി എത്ര വർഷം കാത്തിരിക്കേണ്ടി വരും? ചൈനീസ് വത്സ, നിങ്ങളുടെ രാജ്യം നമ്പർ 1 ആകാൻ കുറഞ്ഞത് ഒരു 120 വർഷം കാത്തിരിക്കേണ്ടി വരും. 120 വർഷം? അത് കാണാനായിട്ട് എനിക്ക് ആയുസ് ഉണ്ടാവൂലല്ലോ തോർത്തി ഞാൻ കരച്ചതാണ്. പോട്ടെ ദൈവമേ, എന്തോ ഞങ്ങൾ ഇന്ത്യക്കാര്, കേരളത്തുകാര്, ഞങ്ങൾ ഇന്ത്യക്കാര് ഈ വലിയ അഭിവൃദ്ധിയിൽ എത്തിയില്ലെങ്കിൽ അത്യാവശ്യം പണവും സമ്പാദ്യവും പീഡനവും പട്ടണമൊന്നും ഇല്ലാണ്ട് രക്ഷപ്പെടാനായിട്ട് എത്ര വർഷം കാത്തിരിക്കണം? ഭാരത വത്സ, ഓ നിങ്ങൾ രക്ഷപ്പെടാനായിട്ട് 1 2 3 4 5. God, what are you crying now? എന്തിനാ കരയണേ? അത് കാണാൻ ഞാൻ ജീവനോടെ ഉണ്ടാവില്ലല്ലോ എന്ന് ഓർത്ത് കരഞ്ഞു പോയതാണ്.